നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ചാണ്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബ്രൈറ്റന്റെ ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസേർബി പോയതിനു ശേഷം ഗ്രഹാം പോട്ടർ ബ്രൈറ്റനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷെ പോട്ടർക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞു. ഇപ്പൊ സെന്റ് പൗളിയുടെ മാനേജർ ആയിട്ടുള്ള ഫാബിയോ ഹേഴ്സ്ലർക്ക് അവരൊരു പുതിയ ചാൻസ് കൊടുക്കാൻ പോവുകയാണ്. സെന്റ് പൗളിയെ സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് ബുണ്ടസ്ലീഗയിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു മാനേജറാണ്. പുള്ളിക്ക് ആകെ 31 വയസ്സേ ഉള്ളൂ. EPLലെ യങ്ങസ്റ്റ് മാനേജറായിട്ട് മാറാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല, പുള്ളി വളരെ കൃത്യതയോടെ ടാക്ടിക്കൽ അപ്രോച്ച് ഉള്ള ഒരു നോഹോ ഉള്ള മാനേജറാണ്. ബ്രൈറ്റന്റെ കാര്യം നമുക്കറിയാം. സ്റ്റാറ്റ് നോക്കിയിട്ടാണ് അവർ പല പ്ലേയേഴ്സിനെയും സൈൻ ചെയ്തിട്ടുള്ളത്. അവരൊക്കെ പ്രീമിയർ ലീഗിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനിങ്ങിനെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. വെൽക്കം ഹേഴ്സലർ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇനിയോസ് ഗ്രൂപ്പും തോമസ് ടുഷലുമായിട്ട് ഒരു ചർച്ച നടത്തി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പൊ ഫബ്രീസിയോ റൊമാനോ ഒക്കെ കൺഫേം ചെയ്യുന്നത് ടുഷലിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള വാർത്തയാണ്. ഇത് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ടെനാഗിന് അടുത്ത സീസൺ കൂടി കിട്ടുന്ന ഏതാണ് കൺഫേം ആയി കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പുതിയൊരു മാനേജറെ ഇനിയോസ് ഗ്രൂപ്പും യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് സെലക്ട് ചെയ്യണം. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോച്ചറ്റീനോ, ഷാവി തുടങ്ങിയ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഈ ആഴ്ച തന്നെ പുതിയ മാനേജർ വരുമോ അല്ലെങ്കിൽ ടെനാഗ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ജേഡൻ സാൻചോയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 40 മില്യൺ കിട്ടിയാൽ പുള്ളിയെ സെല്ല് ചെയ്യാൻ യുണൈറ്റഡ് തയ്യാറാണ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. സ്കൈ സ്പോർട്സ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോർമണ്ടിലേക്ക് ലോണിലൂടെ പോയതിനു ശേഷം ചെറിയൊരു ഫോം ഒക്കെ സാൻചോയുടെ സൈഡിൽ നമ്മൾ കണ്ടിരുന്നു. ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പുള്ളി തിരിച്ചു വന്നിട്ട് ടെന്നാഗിന്റെ കീഴിൽ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ചിലപ്പോൾ മറ്റൊരു ഈഗോ ക്ലാഷിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും പുള്ളി യുണൈറ്റഡ് വിടാനുള്ള ചാൻസുകൾ ഇപ്പൊ കൂടി വരികയാണ്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ബയേന്റെ സൈഡിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം അവർ ഓൾമോസ്റ്റ് സൈൻ ചെയ്ത ഒരു പ്ലെയർ ആണ് യാവോ ഫലീഞ്ഞ. ഫുള്ളാമിന് വേണ്ടി മിഡ്ഫീൽഡ് കളിപ്പിക്കുന്ന ഒരു കിഡിലും പ്ലെയർ ആണ്. ഇപ്പോ കമ്പനി വന്നതിന് ശേഷം 35 മില്യണുള്ള ഈ പ്ലെയർ വേണ്ടി ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസ്റ്റീനൊക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫലീഞ്ഞ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഗ്രൂപ്പിന് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. പുള്ളിയുടെ ആദ്യത്തെ സൈനിങ് ആയിട്ട് മാറാനുള്ള ചാൻസുകൾ ഇപ്പോൾ കൂടി വരികയാണ്. മറ്റൊരു ന്യൂസ് വരുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. അപ്പൊ സ്പേഴ്സ് വളരെ പ്രതീക്ഷയോടെ സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് നൊമ്പലെ. പുള്ളി വന്നതിന് ശേഷം ടെക്നിക്കലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ചില ഡ്രിബിളിംഗ് സെക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ആറ്റിറ്റ്യൂഡും ഫിസിക്കൽ എബിലിറ്റിയും വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് റേറ്റിംഗിലുള്ള ഒരു പ്ലെയർ ആണ്. പുള്ളി ഓരോ സീസൺ കഴിയുന്നതോറും തടി കൂടി വരുന്നു. ഓടാൻ പറ്റുന്നില്ല. 60 മിനിറ്റ് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയേണ്ടി വരും. പുള്ളിയും സ്പേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊറീനിയോ ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. എന്നാൽ ഫിസിക്കൽ എബിലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഫ്രീ ഏജന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പല ക്ലബ്ബുകളും പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പ്രീമിയർ ലീഗിൽ പുള്ളി കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് യുവന്റസിന്റെ പേരായിട്ടുള്ള ഫെഡറിക്കോ കിയേസയുടെ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ 2025 വരെ കിയേസക്ക് യുവന്റസുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. പക്ഷേ നല്ലൊരു ഓഫർ വന്നാൽ പുള്ളിയെ സെല്ല് ചെയ്യുന്നതാണ് യുവന്റസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പൊ വിങ്ങറായിട്ടോ സ്ട്രൈക്കറായിട്ടോ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്ലെയർ ആണ്. ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിൽ പുള്ളി കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും ആർസണൽ, സ്പേഴ്സ്, ചെൽസി തുടങ്ങിയ പല ക്ലബിലും ഒരു സ്ട്രൈക്കറെ അല്ലെങ്കിൽ വിങ്ങേഴ്സിനെ ഒക്കെ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഒരു ക്ലബ്ബ് പുള്ളിയെ സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.